ഗണേഷ് കുമാർ ഏതാണ്ട് ഫ്യൂസ് പോയ ബൾബായിട്ടുണ്ട്. അദ്ദേഹം സംഗതി നല്ല കാമുകനാണ്, 5000 പ്രണയമുണ്ട് എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ്. എനിക്ക് പ്രണയികളെ വല്ല ഇഷ്ടമാണ്. പക്ഷേ അതല്ലല്ലോ ഭരണം, അതല്ലല്ലോ. KSRTC നന്നാക്കിയ ആള് നന്നാക്കിയില്ല എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. അതെന്തായാലും പോട്ടെ. ഈ സ്ത്രീകളുടെ സൗജന്യം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തത് അദ്ദേഹം. യഥാർത്ഥത്തിൽ അദ്ദേഹം എതിർക്കാൻ പാടില്ല. സ്ത്രീകൾക്കാണ് കൊടുക്കണമെന്നുള്ളതിന് അദ്ദേഹത്തിന് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവേണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ ഒരു രീതി വെച്ച്. അതുണ്ടായില്ല. എന്തായാലും പോട്ടെ. അദ്ദേഹത്തിന്റെ കാമുകിമാരെങ്കിലും ഒക്കെ ഇതിൽ കയറൂലേ? 5000 പേരിലെ ആരെങ്കിലും കുറേ പേർക്ക് ഇതിൽ സൗജന്യം കിട്ടണതല്ലേ, കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് കേരളത്തിന് നല്ലതാണ്. കാരണം ഒരു കാരണവരുടെ പോലെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ആജ്ഞ കൊടുക്കാനും ആളുകൾക്ക് മാർക്കിടാനും ഇവരാരെ ചുമതലപ്പെടുത്തിയത്? സതീശൻ കൊള്ളില്ല, ചെന്നിത്തല കുഴപ്പമില്ല, മറ്റേ തറവാടി നായരാണ്, ഞങ്ങൾ പാലക്കാട് നായരാണ്, ഡൽഹി നായരാണ് എന്നൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഞാൻ സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വിവാദം വന്നല്ലോ. മേനോൻ, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പറഞ്ഞല്ലോ, ദാമോദര മേനോൻ. ദാമോദര മേനോൻ പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ പൊള്ളിയത് NSS. കഴിഞ്ഞ സർക്കാരിൽ 2ാം ടൈം അല്ലെങ്കിൽ 2ാമത് മന്ത്രിയായി വന്ന ആളാണ്, ഗതാഗത വകുപ്പ് മന്ത്രിയായി വന്ന ആളാണ് ഗണേഷ് കുമാർ. വലിയ പ്രതീക്ഷയായിരുന്നു കേരളത്തിലുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും KSRTC നഷ്ടത്തിലേക്ക് വിടില്ല, KSRTC കൈപിടിച്ചുയർത്തുമെന്ന് വലിയ പ്രതീക്ഷയിലാണ് ഗണേഷ് കുമാറിനെ എല്ലാവരും നോക്കിക്കണ്ടത്. തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പുറത്തുവിട്ട ആരോപണങ്ങൾ, അത്തരം കേസുകളൊക്കെ തിരിച്ചടിയായി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്തു. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് KSRTC ബസ് വാങ്ങിയതുമായിട്ടുള്ള അഴിമതിയൊക്കെ പുറത്തേക്ക് വരുന്നത്. അതെല്ലാത്തിനും പിന്നാലെ NSS കൂടി കൈവിട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. NSSന്റെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്ത് നിന്ന് ഗണേഷ് കുമാറിനെ മാറ്റിയിരിക്കുന്നു. അദ്ദേഹം പുതുക്കിയില്ല എന്നൊക്കെയാണ് സുകുമാരൻ നായർ പറയുന്നത്. ഇതിപ്പോ NSS മനഃപൂർവ്വം ഒഴിവാക്കിയതായിരിക്കില്ലേ ഗണേഷ് കുമാറിനെ? NSS ഒഴിവാക്കിയതാവാനാണ് സാധ്യത. കാരണം ഗണേഷ് കുമാർ ഏതാണ്ട് ഫ്യൂസ് പോയ ബൾബായിട്ടുണ്ട്. അദ്ദേഹം സംഗതി നല്ല കാമുകനാണ്, 5000 പ്രണയമുണ്ട് എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ്. എനിക്ക് പ്രണയികളെ വല്ല ഇഷ്ടമാണ്. പക്ഷേ അതല്ലല്ലോ ഭരണം, അതല്ലല്ലോ. അദ്ദേഹം പിന്നെ ഇപ്പോൾ ഈ മാതൃഭൂമി ചാനലാണെന്ന് തോന്നുന്നു ഇത് ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവന്നത്. വളരെ 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 ഷാർപ്പായിട്ടുള്ള ഒരു ആരോപണമാണ്. അദ്ദേഹം പറഞ്ഞ നിഷേധങ്ങൾ മുഴുവൻ തള്ളിപ്പോയി. ഉദാഹരണത്തിന് 2 ബസ്സിന് എന്താ 2 വില എന്ന് ചോദിച്ചപ്പോൾ രണ്ട് ബസ്സാണ്, ഈ പേനയ്ക്കും ഈ പേനയ്ക്കും ഇങ്ങനെ 2 മഞ്ഞ പേനയല്ലേ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഞാൻ കണ്ടു. ചിരിച്ചു പോകും. അപ്പോൾ ഒരേ ദിവസം വാങ്ങിയ 2 ബസ്സുകൾക്ക് 2 വില. ഒന്ന് പിന്നെ ഇത് GST കൂടിയതിനു ശേഷം വാങ്ങിയതാണ് വില കൂടിയത് എന്ന് പറഞ്ഞു. അതുമല്ല, GST കൂടിയ ഡേറ്റും ഇത് വാങ്ങിയ ഡേറ്റും നമ്മൾ നോക്കി. GST കൂടുന്നതിന് മുമ്പ് വാങ്ങിയ ഡേറ്റിൽ ഉള്ള വണ്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ GST വാങ്ങുന്നതിന് മുമ്പ് തന്നെ, GST പുതുക്കുന്നതിന് മുമ്പ് തന്നെ GST കൊടുത്തോ നമുക്കറിയില്ല. എന്തായാലും കഷ്ടകാലമാണ് പാവത്തിന് എന്നുള്ളത് എനിക്ക് ഏതാണ്ട് ബോധ്യം വന്നിട്ടുണ്ട്. കൊട്ടാരക്കരക്കാർ ദയവില്ലാതെയാണ് അദ്ദേഹത്തെ തോൽപ്പിച്ചത്. ഞാൻ സത്യത്തിൽ വിചാരിച്ചില്ല ഗണേഷ് കുമാർ തോൽക്കും. സംഗതി ചാമക്കാല വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും ഗണേഷ് കുമാർ എങ്ങനെയും കടന്നു കൂടുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും. KSRTC നന്നാക്കിയ ആള് നന്നാക്കിയില്ല എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. അതെന്തായാലും പോട്ടെ. ഈ സ്ത്രീകളുടെ സൗജന്യം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തത് അദ്ദേഹം. യഥാർത്ഥത്തിൽ അദ്ദേഹം എതിർക്കാൻ പാടില്ല. സ്ത്രീകൾക്കാണ് കൊടുക്കണമെന്നുള്ളതിന് അദ്ദേഹത്തിന് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവേണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ ഒരു രീതി വെച്ച്. അതുണ്ടായില്ല. എന്തായാലും പോട്ടെ. അദ്ദേഹത്തിന്റെ കാമുകിമാരെങ്കിലും ഒക്കെ ഇതിൽ കയറൂലേ? 5000 പേരിലെ ആരെങ്കിലും കുറേ പേർക്ക് ഇതിൽ സൗജന്യം കിട്ടണതല്ലേ, കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് ഏതായാലും ഡയറക്ടർ ബോർഡിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്നു. ഇദ്ദേഹം NSSും തമ്മിൽ വലിയ തർക്കമുണ്ടെന്നുള്ളത് NSSന്റെ ആളുകൾ ഇയാളെ NSSന്റെ താലൂക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് ഇയാളെ ഇലക്ഷന് മുമ്പ് തന്നെ പുറത്താക്കുന്നുണ്ട്. ഞാൻ കേട്ടത് ഇയാൾ തോറ്റു കഴിഞ്ഞപ്പോൾ NSSകാർ പായസ വിതരണം കൊട്ടാരക്കരയിൽ നടത്തി ഗണപതിക്ക് അപ്പം നേദിച്ചു. പത്തനാപുരത്ത് അതല്ലേ, കൊട്ടാരക്കര ഗണപതിക്ക് അപ്പം നേദിച്ചു എന്നും പത്തനാപുരത്ത് പായസം വിതരണം ചെയ്തു എന്നൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. എനിക്കറിയില്ല, ചിലപ്പോൾ അതൊക്കെ വാർത്തയായിരിക്കും, ചിലപ്പോൾ ചാമക്കാലം ജയിച്ചതായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് കഷ്ടകാലം വന്നു. ഡയറക്ടർ ബോർഡ് കൈവിട്ട് കഴിഞ്ഞപ്പോൾ NSSന്റെ ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായി. അദ്ദേഹം അംഗത്വം പുതുക്കാൻ മറന്നുപോയതാണോ എന്നാണ്. അപ്പോൾ ഒരു ഡയറക്ടർ അംഗത്വം പുതുക്കാൻ മറന്നുപോയി എന്ന സാങ്കേതിക കാരണം വെച്ച ഒരാളെ ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താക്കില്ല. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനെ കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞു എന്ന് NSS കണക്കാക്കിയിട്ടുണ്ട്. ഒരു പ്രശ്നം എന്താ വെച്ചാൽ NSS ഇപ്പോൾ വലിയ പ്രതിസന്ധിയില്ല. പഴയ പോലെ മുഖ്യമന്ത്രി NSSനെ പോയി കാണുന്നില്ല, NSSനോട് അനുഭവം കാണിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും തള്ളിക്കളഞ്ഞ ആളാണല്ലോ സതീശൻ. ഇന്നേരിയാവില്ലേ വരില്ല. സതീശൻ
കുഴപ്പമാണ്, സതീശൻ ശരിയല്ല, സതീശന് കിട്ടില്ല, സതീശൻ വന്നാൽ ഞാൻ തലമുട്ടയടിക്കും എന്നൊക്കെ പറഞ്ഞാണല്ലോ ആണല്ലോ ഇവരൊക്കെ. ഇപ്പോൾ വീണ്ടും സതീശൻ വഴങ്ങുന്നില്ല എന്നൊരു പ്രശ്നം അവരുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇപ്പൊ പറയണ എന്താ, സതീശൻ അഹങ്കാരിയാണ്. ആരുമായിട്ട് അയാൾ താരതമ്യം ചെയ്യണേ? മുൻ മുഖ്യമന്ത്രിയായിട്ട്. എനിക്ക് മനസ്സിലായില്ല. കേരളത്തിലെ ജനങ്ങളോട് സതീശൻ അഹങ്കാരമില്ല എന്ന് ഞാൻ പറയില്ല. സതീശൻ ചിലപ്പോൾ അഹങ്കാരം ഉണ്ടാവും, അതാണെങ്കിൽ എല്ലാം അനുഭവിക്കാൻ വേണം. അത് ഞാൻ സതീശന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നതെങ്കിൽ സതീശൻ അഹങ്കാരിയാണെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയോ ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രിമാരെയോ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയോ വെച്ചിട്ടൊക്കെയായിരിക്കും താരതമ്യം ചെയ്യണം. തീർച്ചയായിട്ടും ആയിരിക്കും. സതീശൻ ഒരു സെൽഫുള്ള ആളാണ്. ഉമ്മൻചാണ്ടിയെ പോലെ അല്ല, ഉമ്മൻചാണ്ടി എല്ലാവരുമായിട്ട് സൗഹൃദം, അത്ര സൗഹൃദം വേണമെന്ന് സതീശനില്ല. കാരണം സതീശൻ തൻ്റെ നിലപാട് ഉറപ്പിച്ച് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് സതീശൻ അഹങ്കാരിയാണ്. കാണാൻ അനുമതി കിട്ടിയില്ല. അനുമതി കൊടുക്കാതിരുന്ന് എനിക്ക് വേണം ബഡ്ജറ്റ് പ്രിപ്പറേഷൻ്റെ ആയിട്ടായിരിക്കും. ആ ദിവസങ്ങളിൽ ആരെയും കാണുന്നില്ല. ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ചില വിഷയത്തിന് കാണണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ബഡ്ജറ്റ് കഴിയട്ടെ, അതുവരെ ഞാൻ ആരെയും കാണുന്നില്ല, ഗൗരവമായിട്ടൊന്നും തലയിൽ കയറില്ല. അതാണ് പുള്ളി എന്നോട് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞ ഒന്നും തലയിൽ കയറില്ല, ഇത് കഴിഞ്ഞിട്ട് കാണാം. ശരിയായിരിക്കും. അപ്പം എന്തായാലും ഇപ്പോൾ സുകുമാരൻ നായർക്കും പ്രശ്നമാണ്, നമ്മുടെ ഗണേഷ് കുമാറിനും പ്രശ്നമാണ്, NSSനും പ്രശ്നമാണ്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. NSS പോലെ SNDP പോലെ കുറെ സമുദായ നേതാക്കന്മാർക്ക് ആട്ടിത്തെളിച്ച് ആർക്കെങ്കിലും വോട്ട് ചെയ്യിക്കാവുന്ന ഒരു സമൂഹമാണ് ഈ സമുദായങ്ങളെന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ കേരളത്തിൽ ഈഴവർ മുഴുവൻ വോട്ട് ചെയ്യും. സുകുമാരൻ നായർ പറഞ്ഞാൽ കേരളത്തിലെ നായന്മാർ മഹാഭൂരിപക്ഷം വോട്ട് ചെയ്യും. ഒന്നുമില്ല. സത്യത്തിൽ നായർ വോട്ടിൽ വലിയൊരു പങ്ക് ഇപ്പം തന്നെ BJP വൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പലരും UDF വോട്ട് ചെയ്തിട്ടുണ്ട്. സുകുമാരൻ നായർ പറഞ്ഞിട്ടല്ല. സുകുമാരൻ നായർ സോഫ്റ്റായിട്ട് പിണറായിയെ സപ്പോർട്ട് ചെയ്യായിരുന്നു. അയ്യപ്പ സംഘമന്ത്രി പോവുക, അവിടെ പോവുക ചെയ്തിരുന്നു. പക്ഷേ സുകുമാരൻ നായർ പറഞ്ഞെടുത്തൊന്നുമല്ല നായന്മാർ വോട്ട് ചെയ്തത്. ഈഴവർ വോട്ട് ചെയ്തത് വെള്ളാപ്പള്ളി പറഞ്ഞെടുത്തല്ല എന്നുള്ളത് വളരെ ക്ലിയറാണ്. അപ്പോൾ ഇവരുടെയൊക്കെ വോയിസ് പോവുകയാണ്. ഇവരുടെ വോയിസ് പോകുന്ന കേരളത്തിന് നല്ലതാണ്. കാരണം ഒരു കാരണവരുടെ പോലെ ഇങ്ങനെ ആജ്ഞ കൊടുക്കാനും ആളുകൾക്ക് മാർക്കിടാനും ഇവരാരെ ചുമതലപ്പെടുത്തിയത്? സതീശൻ കൊള്ളില്ല, ചെന്നിത്തല കുഴപ്പമില്ല, മറ്റേ തറവാടി നായരാണ്, പാലക്കാട് നായരാണ്, ഡൽഹി നായരാണ് എന്നൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കൾക്ക്. അത് ഞാൻ പറഞ്ഞു. ഓക്കെ, നായരുടെ പേരിൽ വരുമ്പോൾ നിങ്ങൾ ഇന്ന നായരാണെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുത്തു, അത് കുഴപ്പമില്ല. പക്ഷേ അവിടെയാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വിവാദം വന്നല്ലോ. മേനോൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞല്ലോ, ദാമോദര മേനോൻ പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ പൊള്ളിയത് NSSനാണ്. കാരണം സതീശൻ നായരാണോ സംശയമുള്ളവർക്കൊക്കെ കിട്ടി. എല്ലാവർക്കും അറിയാമായിരുന്നു. എങ്കിൽ പോലും അത് പറയാൻ ചങ്കൂറ്റം കാണിക്കുകയും അത് പറഞ്ഞു, പബ്ലിക്കായി പറഞ്ഞു, അച്ഛൻ്റെ പേര് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേരല്ല. ഇപ്പം പ്രതിപക്ഷം അതിനെതിരെ കളിയാക്കി. സത്യത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, പ്രതിപക്ഷം സതീശനെ ട്രോൾ ചെയ്യുന്നത് ഇന്നുവരെ സതീശന് ഗുണമായിട്ടില്ല. ഏത് ട്രോളും സതീശന് ഗുണമാണ്. സതീശനെ സപ്പോർട്ട് ചെയ്താലേ പ്രശ്നമുള്ളൂ. അല്ല, അതിന് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നൊരു വാദം എന്ന് പറയുന്നത് പടശ്ശേരി ദാമോദര മേനോൻ എന്ന് പറയുന്ന സതീശന്റെ ഉള്ളിലെ സവർണ മനോഭാവമാണ്. അതെ ഞാൻ പറഞ്ഞേ. അല്ല, സവർണ മനോഭാവം സതീശനുണ്ടോ എന്നുള്ളത് സതീശന്റെ പേരിൽ നിന്നല്ലല്ലോ കണ്ടേ, അച്ഛന്റെ പേരിൽ നിന്നല്ലല്ലോ കണ്ടേ. ഞാനതിലൊന്നും കാണുന്നില്ല. സതീശന്റെ അച്ഛന്റെ പേര് വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന് പറയാൻ വേണമെങ്കിൽ. പക്ഷെ അങ്ങനെ പറയണതിനാ? അദ്ദേഹത്തിന്റെ പേര് ദാമോദര മേനോൻ എന്നാണ്. ഇപ്പം എൻ്റെ അച്ഛൻ്റെ പേര് രാമൻ നമ്പൂതിരി എന്നാണ്. ഞാൻ അച്ഛൻ്റെ പേര് CP രാമൻ എന്ന് പറഞ്ഞാൽ പോരാ. എൻ്റെ അച്ഛൻ്റെ പേര് അതല്ല. എൻ്റെ പാസ്പോർട്ടിൽ എൻ്റെ അച്ഛൻ്റെ പേര് CP രാമൻ നമ്പൂതിരി എന്നാണ്. ഞാൻ പിന്നെ എന്താ പറയണ്ടേ? അപ്പോൾ എനിക്ക് വേണ്ടി CR എന്ന് പറയാം, അല്ലെങ്കിൽ ചേരിക്കാട് രാമൻ നമ്പൂതിരി നീലകണ്ഠൻ എന്നൊക്കെ പറയാം. ഞാൻ പറഞ്ഞത് എൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഒരാൾ സമുദായവാദിയാണോ എന്നറിയണമെങ്കിൽ സമുദായ നേതാക്കന്മാരെ തിണ്ണതിറങ്ങി അവിടെ പോയിട്ട് സൗജന്യം മേടിക്കുന്ന ആളാണോ എന്നുള്ളത്. ഞാൻ നായരായതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് സതീശൻ പറയുന്നുണ്ടോ? ഇല്ല. അതാണ് പ്രശ്നം. അത്രേ ഉള്ളൂ. ഞാൻ നായരാണെന്നേ. എൻ്റെ അച്ഛൻ നായർ, ഞാൻ നായരാൻ എൻ്റെ അച്ഛൻ നായരാണ്. എനിക്ക് നായരാണോ എന്നുള്ളത് പ്രശ്നമല്ല. എൻ്റെ അച്ഛൻ്റെ പേരിക്ക് മാറ്റാൻ പറ്റും? ഇല്ല. അപ്പം തീർച്ചയായിട്ടും NSSനെ പൊള്ളിയത് അതുകൊണ്ട് കൂടിയാണ്. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശനാണ് എന്ന് പറയുമ്പോൾ എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല ചേട്ടാ എന്ന് പറയുന്ന പോലെയാണ് തോന്നിയത്. അതങ്ങനെ തന്നെ തോന്നണം. കാരണം ഈ സമുദായ കളി കേരളത്തിൽ വലിയ തോതിൽ ദോഷം ചെയ്തിട്ടുണ്ട്. അവർക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഇവർക്ക് സ്കൂൾ കിട്ടണം, ഇവർക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, ഇവർക്ക് കുറേ സൗജന്യം കിട്ടണം. ഇനി എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിൽ എന്തൊക്കെയോ ചില ആരോപണങ്ങളൊക്കെ ഉണ്ട്, എനിക്കറിയില്ല, കേസുകളൊക്കെ ഉണ്ട്.
അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കിട്ടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ സമുദായ നേതാവായതുകൊണ്ട് അങ്ങനെ വേണ്ട. വെള്ളാപ്പള്ളിയും ഏതാണ്ട് വെട്ടുകിടക്കുകയാണ് കേസുകളിൽ. അതുകൊണ്ട് ഇനി എത്ര മുമ്പോട്ട് പോകുന്നറിയില്ല. ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. കാരണം ഗണേഷ് കുമാറിനെ ഇപ്പോൾ ആർക്കും വേണ്ട, പത്തനാപുരംകാർക്കും വേണ്ട, NSSനും വേണ്ട, നായമാർക്കും വേണ്ട, ആർക്കും വേണ്ട സ്ഥിതിയായിട്ടുണ്ട്.